പാലപ്പം, വെള്ളയപ്പം എന്നൊക്കെ പറയും. 2 കപ്പ് പച്ചരി അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി അരി 4 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുക്കുന്നുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള എടുത്താലും മതി. 1/2 കപ്പ് ചോറും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയാലും മതി ചേർത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 1 നുള്ളി ഈസ്റ്റ് ചേർത്താൽ മതി. ഇതടച്ച് ഓവർനൈറ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് നിങ്ങൾക്ക് അപ്പമായിട്ടോ വെള്ളയപ്പമായിട്ടോ ഒക്കെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണിത് ചുട്ടെടുക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുടുമ്പം അരികൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.